ലീഗിൻ്റേത് പണി നടക്കുന്നു എന്ന് പറയുന്നു. അപ്പുറത്ത് ഇത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയുമാണ് എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്തത്. എവിടെയാണത് നിൽക്കുന്നതെന്നൊരു ധാരണയുമില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തടി തപ്പാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കണക്കാണെന്ന് നമുക്കിത് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. കാരണം വി ഡി സതീശനെ പോലെ ഒരാൾ ഒരു കണക്ക് വെച്ച് ഈ നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇത്തരത്തിലല്ല ആവശ്യത്തെ കാണേണ്ടത്. ഇതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇടതു മുന്നണിക്ക് ഏറ്റവും രൂക്ഷമായി ആക്രമിക്കാൻ കഴിയുന്ന തരത്തിൽ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു സംഗതി തന്നെയാണിത്. സംശയമൊന്നുമില്ല. കാരണം വീട് പണിത് അന്ന് നടത്തിയ പ്രചണ്ഡമായ പ്രചാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം CMDRF ഫണ്ട് കൊടുക്കരുത്, അത് പറ്റിക്കും, വീട്ടിൽ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു പിണറായി വിജയൻ എന്തോ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള മട്ടിലാണ് അതിൻ്റെ പ്രചാരണം മുഴുവൻ നടന്നത്. പക്ഷേ സത്യത്തിൽ സംഭവിച്ചത് എന്താണ്? ആ ടൗൺഷിപ്പ് അവിടെ ഗംഭീരമായി നടക്കുന്നു. ആ ടൗൺഷിപ്പ് പൂർത്തിയാക്കുന്നത് വെറുതെ ഒന്നുമല്ല. ഇപ്പോൾ DYFI ഈ പൈസ കൊടുത്തു, അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയല്ല. DYFIയും ഊരാളുകളും സർക്കാരും ചേർന്നൊരു MOU ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോ സംഘടനകളുമായിട്ട് ഈ സ്പോൺസേഴ്സുമായിട്ട് ആ കാര്യത്തിലൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഫണ്ട് കൈമാറുകയും കൃത്യമായി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ വേണ്ടത് എന്താണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കണക്കിൽപ്പെട്ട ആളുകൾക്ക് ഏതാണ്ട് പൂർണ്ണമായും വീടുകളാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇനി ഒരു പരമാവധി 40 വീടുകൾ കൂടി മൊത്തത്തിൽ മതി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം 300 വീട് എന്ത് ചെയ്യും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾ, ഈ പണിയൊന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന വീടുകൾ ആർക്ക് കൊടുക്കാനാണ്? ഏത് പട്ടികയിൽ എവിടെ നിന്നാണ് ആ ബെനിഫിഷ്യറീസിനെ കണ്ടെത്തിയിരിക്കുന്നത്? അതറിയണ്ടേ സർക്കാരിൻ്റെ. ഞാനിപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഓഫീസറെ മറ്റു പലരെയും വിളിച്ചു ചോദിച്ചു നോക്കിയപ്പോൾ ഒരാളുടെ കയ്യിലും അതേത് വീടാണ്, അതിൻ്റെ ആ ബെനിഫിഷ്യറീസിനെ ആര് എവിടെ നിന്ന് കണ്ടെത്തിയെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല. സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായി ആ 450 പേര് അവിടെ വീട് നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ വീട്ടിലേക്ക് ആക്സസ് ഇല്ലാത്തവർ, അങ്ങനെ കാരണം അവിടെ ഭൂമി അല്ലാതെ നമ്മളെല്ലാവരും പോയി കണ്ടതാണ്, അത്ര വലിയ ദുരന്തമായിരുന്നല്ലോ. അപ്പോൾ വീട്ടിലേക്ക് കടക്കാൻ കഴിയാത്തവർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കെല്ലാം ഇത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ കൃത്യമായി ആ ദുരന്തത്തിൽ പെട്ട ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പോയ 104 ആളുകളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളവരാണ് കേട്ടോ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിൽ 3 പേര് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അവരിൽ പലരും ഇവരൊക്കെ വീട് കൊടുക്കുമെന്ന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. ലീഗിൻ്റെ വീട് കിട്ടുമെന്നോ, കോൺഗ്രസിൻ്റെ വീട് കിട്ടുമെന്നോ, യൂത്ത് കോൺഗ്രസിൻ്റെ വീട് കിട്ടുമെന്നോ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അവരെ യഥാർത്ഥത്തിൽ ഇത്രയും കാലം അത് പറ്റിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവർക്ക് വെച്ച് കൊടുക്കാൻ അതായത് ഓരോരുത്തരും വാശിക്ക് പ്രഖ്യാപിക്കരുത്. ഇപ്പോൾ DYFI 20 കൊടുക്കാമെന്ന് പറഞ്ഞു, 25 കൊടുക്കും, എന്നാൽ ഞങ്ങൾ 30 കൊടുക്കും എന്ന മട്ടിൽ മെസ്സേജ് അത് മാത്രമാണ്. എന്നിട്ട് രാത്രി ഈ പറഞ്ഞ പ്രഖ്യാപിച്ചു ഈ കണക്കിന് ഉത്തരവാദിത്തമുള്ള പണിയുള്ള വർഷം ആ സമയത്ത് പോയിട്ട് ഇത് എങ്ങനെ വീടുണ്ടാക്കും, അതിനുള്ള പൈസ എങ്ങനെ ഉണ്ടാക്കും, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ആലോചിക്കേണ്ട ആൾ വേറെ അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കുഴപ്പങ്ങളിലായിരുന്നല്ലോ. ആയിരുന്നു. അതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണെങ്കിൽ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു അബദ്ധക്കണക്കാണ്. അത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കണക്കാണെന്ന് വി ഡി സതീശൻ അവതരിപ്പിച്ചത്.